നാളെ 2022 ജനുവരി 1. ഒരുപാട് വർഷങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയി. നമ്മുടെ കൂട്ടത്തിൽ 10 വയസ്സുള്ളവരുണ്ട്, 20 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്. ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ വിവിധങ്ങളായ വയസ്സുകളിൽ അള്ളാഹുവിൻ്റെ വിളിയും കാത്ത് നിൽക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു വർഷത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തൊട്ട് തന്നെ അതങ്ങനെയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ പരിശുദ്ധമായ 4 മാസങ്ങളുണ്ട്. 2 രീതിയിലാണ് വർഷങ്ങൾ എണ്ണപ്പെടാറുള്ളത്. ഒന്ന് സൂര്യവർഷവും, 2 ചന്ദ്രവർഷവും. മറ്റനേകം രീതികളുണ്ട്, പക്ഷെ പ്രധാനമായും ലോകത്ത് 2 രീതിയിലാണ് വർഷങ്ങൾ എണ്ണപ്പെടുക. സൂര്യവർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും ആണ് എന്നാണ് അതിൻ്റെ കണക്ക്. ചന്ദ്രവർഷം എന്നാൽ 354 ദിവസവും 8 മണിക്കൂറും 48 മിനിറ്റും 34 സെക്കൻഡും ആണ് ചന്ദ്രവർഷം. സാധാരണഗതിയിൽ അങ്ങനെയാണ് ആസ്ട്രോണമേഴ്സ് കണക്കാക്കുക. സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ, ഭൂമി ഒരു തവണ സൂര്യനെ വലയം വെക്കുന്നതാണ് ഒരു വർഷം. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങുന്നതിനെയാണ് ഒരു ദിവസം എന്ന് പറയാം. ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രപ്പിറവിയിൽ നിന്ന് മറ്റേ ചന്ദ്രപ്പിറവിയിലേക്കുള്ള അത്രയും ദിവസമാണ് ചന്ദ്രവർഷം എന്ന് പറയുന്നത്. ഏതായാലും ഇതൊന്നും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ വർഷങ്ങളുടെ മാറി മാറിയുള്ള വരവിലും രാത്രിയും പകലും മാറുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുമെല്ലാം അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് 2 സഹാബികൾ വരികയാണ്. ആ സ്വഹാബികൾ റസൂലിൻ്റെ മരണശേഷമാണ് കേട്ടോ വരുന്നത്. ആ സ്വഹാബികൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു പ്രത്യേക ചോദ്യമാണ് ചോദിച്ചത്. എന്താണ് ചോദിക്കുന്നത്? ഉമ്മ, നമ്മുടെയൊക്കെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലിൻ്റെ കാലശേഷം വർഷങ്ങളോളം ഇസ്ലാം പഠിപ്പിച്ച് അധ്യാപനം നടത്തി കഴിഞ്ഞുകൂടിയ നമ്മുടെയൊക്കെ അധ്യാപകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. 2000-ലധികം ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് റസൂലിൻ്റെ കാലശേഷമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ക്ലാസ്സുകളും അധ്യാപനങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു അള്ളാഹു റസൂലിനെ കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിപ്പിച്ചത് എന്നതിൻ്റെ യഥാർത്ഥമായ കാരണം നമുക്ക് മനസ്സിലാവുക. അവർ ആയിഷ റളിയല്ലാഹു വന്നിട്ട് ചോദിക്കുകയാണ്, ഉമ്മ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ അറിഞ്ഞ ആളാണല്ലോ നിങ്ങൾ. പ്രവാചകൻ്റെ ജീവിതത്തിലെ ഉള്ളിലുള്ള എല്ലാ സംഗതികളും അറിഞ്ഞ ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയിട്ടുള്ളത് എന്താണ്? ഏറ്റവും നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ വിഷയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ആ രംഗം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ആയിഷ, ഇന്നെന്നെ നീ ഒറ്റയ്ക്ക് വിടണം. ഇന്നെനിക്ക് ഒറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റസൂല് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്തുനിന്ന് പോയി നിസ്കരിക്കാൻ തുടങ്ങി. കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കരച്ചിലേക്കാൻ തുടങ്ങി. ആരാണ്? റസൂലുള്ളാഹിനെ കരയണത്. കരച്ചിലേക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ പോയിട്ട് അവർ പറയുന്നു, റസൂലിൻ്റെ സുന്ദരമായ 2 കവിൾത്തടങ്ങളും നനഞ്ഞു കുതിർന്നു കണ്ണുനീര് കൊണ്ട്. അവിടെയും കണ്ണുനീര് നിന്നില്ല. അവിടുന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകി പ്രവാചകന്റെ തിങ്ങി നിറഞ്ഞ താടിരോമങ്ങൾ മുഴുവൻ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കുതിർന്നു. എന്നിട്ട് ആ താടിരോമങ്ങൾക്കും താങ്ങാനാവാത്ത വിധം പ്രവാചകന്റെ കണ്ണുനീര് വന്ന് നിറഞ്ഞപ്പോൾ അത് താഴെ കുറ്റി വീഴാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കുന്നത് മണ്ണിലാണ്. പ്രവാചകൻ നിന്നിരുന്ന ആ സ്ഥലം മുഴുവൻ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കുതിർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് നേരം നോക്കി നിന്നു. ഈ നില അങ്ങനെ തുടരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പോയി കിടന്നുറങ്ങി. പ്രഭാതത്തിൽ
സുബ്ഹ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പ്രവാചകനെ വിളിക്കാൻ വന്നു. ആ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നൃത്തത്തിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കാൻ. ഇത് കണ്ടിട്ട് സഹിച്ചില്ല. റസൂലിന്റെ നമസ്കാരം തീരുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹു കാത്തു നിന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? മുൻപും പിൻപുമുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു താങ്കൾക്ക് പുറത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് താങ്കൾ ഇത്ര പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടി പ്രസിദ്ധമാണ്, നമ്മളൊക്കെ ഒരുപാട് നമ്മുടെ കേട്ടതാണ്. എന്താണ്? അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ എന്ന് റസൂൽ പറഞ്ഞു. അതിന്റെ കൂടെ പ്രവാചകൻ ചിലതും കൂടി പറഞ്ഞു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലഖദ് നസലത അലയ്യ ലൈല ആയ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്ത് ഇറങ്ങി, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം എനിക്കിറങ്ങി. വൈലുൽ ലിമൻ ഖറഅഹ, ആരാ ആയത്ത് പാരായണം ചെയ്യുന്നു അവന് നാശം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ആയത്തിനെ കുറിച്ച്? വൈലുൽ ലിമൻ ഖറഅഹ, ആരാ ആയത്ത് പാരായണം ചെയ്യുന്നുവോ അവന് നാശം. ഏത് രീതിയിൽ പാരായണം ചെയ്യുന്നവൻ? വലം യതഫക്കർ ഫീഹാ, ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, ആ ആയത്തിനെ കുറിച്ച് ആലോചിക്കാതെ ആ ആയത്ത് ആര് പാരായണം ചെയ്യുന്നുവോ അവന് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വഹീ മുഖേന പറഞ്ഞതാണ്. എന്നിട്ട് റസൂലുള്ളാഹി ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. ഏതാണ് ആയത്ത് എന്നറിയോ? സൂറത്ത് ആൽ ഇംറാന്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിശ്ചയം ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും ഉള്ള മാറി മാറി വരവിലും ദൃഷ്ടാന്തമുണ്ട്. പടച്ചവന്റെ ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്കുള്ള ദൃഷ്ടാന്തമുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സദാ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്, ആലോചിക്കുകയും ചെയ്യുന്നവരാണ്. എത്ര തവണ നമ്മൾ ഈ ആയത്ത് പാരായണം ചെയ്തിട്ടുണ്ട്? കോട്ടുവായിട്ടിട്ട്, ഉറക്കം തൂങ്ങിയിട്ട് നിസ്കാരത്തിലെ ആയത്ത് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്? നിസ്സംഗമായി, അലംഭാവത്തോടെ, അലസതയോടെ, ബോധമില്ലാതെ, അർദ്ധബോധാവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറഞ്ഞ ആ വയിലിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്ത് നമ്മുടെ തലച്ചോറുകളെ തൊട്ടുണർത്തണം. രാത്രിയും പകലും മാറി മാറി വരുന്നത്, വർഷങ്ങൾ മാറുന്നത്, ആഴ്ചകൾ മാറുന്നത്, ദിവസങ്ങൾ മാറുന്നത്, മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകുന്നത് മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സംഭവത്തിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ ഒരു രാത്രിയും പകലും എന്നത് വലിയ ദൃഷ്ടാന്തമാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഈ ഭൂമിയിൽ വസന്തവും ഗ്രീഷ്മവും വർഷവും ശരത്തും ഹേമന്തവും ശിശിരവുമെല്ലാം മാറി മാറി വരികയാണ്. ചൂടിന്റെ സമയത്ത് ചൂട്, തണുപ്പിന്റെ സമയത്ത് തണുപ്പ്, മൺസൂൺ വരേണ്ട സമയമായാലും മൺസൂൺ. ഇങ്ങനെ കാലാവസ്ഥ ഒന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ ദുനിയാവിൽ ഉണ്ടാവുന്നത്. ഈ കാലാവസ്ഥ മുഴുവൻ അള്ളാഹു നിർണയിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഒരു ചെറിയ ചെരിവിലൂടെയാണ്. 24 ഡിഗ്രിയുള്ള ഭൂമിയുടെ ചെരിവിലൂടെയാണ്. അതിലൂടെയാണ് ഈ സൗകര്യങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുന്നത്. ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത മറ്റനേകം ഗ്രഹങ്ങളുണ്ട്. ചൂട് മാത്രമുള്ള ഗ്രഹങ്ങൾ, തണുപ്പ് മാത്രമുള്ള ഗ്രഹങ്ങൾ, ജീവന്റെ ഒരു നാമ്പ് പോലും മുളച്ചു പൊങ്ങാൻ വിദൂരമായ സാധ്യത പോലും ഇല്ലാത്ത വരണ്ടുണങ്ങിയ വിഷലിപ്തമായ ഗ്രഹങ്ങൾ. ഒന്ന് കയറിക്കഴിഞ്ഞാൽ അർദ്ധ സെക്കൻഡുകൾ കൊണ്ട്, അർദ്ധ നിമിഷങ്ങൾ കൊണ്ട് കയ്യും കാലൊക്കെ തണുത്തുറച്ച ഐസായി മനുഷ്യൻ മരിച്ചു പോകുന്ന ഗ്രഹങ്ങൾ. ഒന്ന് അതിലേക്ക് കടന്നുപോയാൽ ജ്യൂസ് അടിച്ചതുപോലെ കയ്യും കാലും കണ്ണും കാതുമെല്ലാം 4 ഭാഗത്തേക്കും ചിതറിത്തെറിച്ചു പോകുന്ന ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിർണയിച്ചു. സുന്ദരമായി ഉറങ്ങാനുള്ള രാത്രിയും പണിയെടുക്കാനുള്ള പകലുമായി വിവിധങ്ങളായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് പടച്ചവൻ രാവിനെയും പകലെയും നിർണയിച്ചു. ആഴ്ചകളെയും മാസങ്ങളെയും നിർണയിച്ചു, വർഷങ്ങളെയും നിർണയിച്ചു. അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവർക്കാണ് നാശമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നത്. എത്രമാത്രം വലിയ അനുഗ്രഹമാണ് കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഈ രാവും പകലും മാറി മാറി വരുന്നത് എന്ന് പരിശുദ്ധ
പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലക്കുമുൽ ലൈല വൻ നഹാർ. സൂര്യനെയും ചന്ദ്രനെയും സ്ഥിരമായ ഒരു അവസ്ഥയിൽ എന്നും കിഴക്കിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, എന്നും പടിഞ്ഞാറ് നിന്നാണ് സൂര്യൻ അസ്തമിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും സ്ഥിരമായ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുൽ ലൈല വൻ നഹാർ. രാവിനെയും പകലിനെയും നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. നിങ്ങളുടെ പ്രകൃതങ്ങൾ ആവശ്യപ്പെടുന്ന വസ്തുതകൾ എന്തൊക്കെയാണോ, നിങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെയാണോ, അതെല്ലാം നിങ്ങളുടെ അധ്വാനമില്ലാതെ തന്നെ ഈ മഹാപ്രപഞ്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നു. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എങ്ങാനും നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ മുതിരുകയാണെങ്കിൽ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പുറപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അതിനെ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മനുഷ്യൻ അവൻ എത്ര നന്ദി കെട്ടവനാണ്, എത്ര അക്രമിയാണ്. അല്ലാഹു പറയുകയാണ്, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ദാഹിറൻ വബാതിനാ. ആകാശഭൂമികളിലുള്ള എല്ലാ സംഗതികളെയും ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. വഅസ്ബഗ അലൈക്കും നിഅമഹു ദാഹിറൻ വബാതിനാ. പരോക്ഷമായ പ്രത്യക്ഷമായ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിങ്ങൾക്കിതാ വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ വാക്കുകളാണ്. പടച്ചോൻ പറഞ്ഞെന്താണ്? സൂര്യനെയും ചന്ദ്രനെയും ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ സംഗതികളെയും മനുഷ്യന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഇത് റസൂലിനോടും സഹാബത്തിനോടും മാത്രം സംസാരിച്ചതല്ല, ഖിയാമത്ത് നാൾ വരെ ടെക്നോളജിയുടെ ഉത്തുംഗതയിൽ വിഹരിക്കാൻ പോകുന്ന മനുഷ്യനോടടക്കം പറഞ്ഞതാണ്. ഈ അടുത്ത കാലത്ത് നാസയുടെ പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം സൂര്യന്റെ അന്തരീക്ഷം ഭേദിച്ചു. 2018 തൊടുത്തുവിട്ടതാണ്. അത് സൂര്യന്റെ അന്തരീക്ഷം ഭേദിച്ച് സൂര്യനിലേക്ക് ലാൻഡ് ചെയ്ത് അവിടെയുള്ള സംഗതികൾ പഠിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ആയത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുന്നത് എന്താണ്? വഅസ്ബഗ അലൈക്കും നിഅമഹു ദാഹിറൻ വബാതിന. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിങ്ങൾക്ക് വിശാലമാക്കി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമർ. ആകാശത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഭാവിയിൽ മനുഷ്യൻ ഒരുപാട് സാങ്കേതിക വിദ്യയിൽ പുരോഗമിക്കുമ്പോൾ ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള പ്രകാരം എന്തെങ്കിലും ഉപകാരങ്ങൾ എടുക്കാൻ ആ സമയത്ത് പ്രാപ്തമായേക്കാം. ആ സമയത്തുള്ള മനുഷ്യരോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, എത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഈ രാവും പകലും. അല്ലാഹു പറയുന്നു, ഖുൽ അറഅയ്തും ഇൻ കാന അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. അവർ കാണുന്നില്ലേ, രാത്രി എങ്ങാനും ഖിയാമത്ത് നാൾ വരെ ഞാൻ അങ്ങ് സ്ഥിരപ്പെടുത്തിയാൽ, രാത്രി എങ്ങാനും ഖിയാമത്ത് നാൾ വരെ ഞാൻ അങ്ങ് സ്ഥിരമാക്കിയാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റേത് ആരാധ്യനാണുള്ളത്? യതീകും ബിദിയാ. നിങ്ങൾക്ക് പകലിന്റെ വെളിച്ചത്തെ കൊണ്ടുവന്ന് തരാൻ പടച്ചവനല്ലാതെ മറ്റാരാണുള്ളത്? എന്നിട്ടല്ല ചോദിക്കുന്നു, ഖുൽ അറഅയ്തും. അവരെ കാണുന്നില്ലേ? ഖുൽ അറഅയ്തും ഇൻ കാന അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പകലിനെ എങ്ങാനും ഖിയാമത്ത് നാൾ വരെ പടച്ചോനങ്ങ് സ്ഥിരപ്പെടുത്തിയാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റേത് ആരാധനാണുള്ളത്? യതീകും ബിലൈലിൻ തസ്കുനൂന ഫീ. നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ രാവിന്റെ ശാന്തതയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ ആരാണുള്ളത്? അഫലാ തുബ്സിറൂൻ. അവരെ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഈ രാവും പകലും പടച്ചോൻ വിചാരിക്കാണ് ഭൂമി കറങ്ങണ്ട, രാവുള്ളടുത്ത് രാവിനെ, പകലുള്ളടുത്ത് പകലുണ്ടെന്ന് തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ച ഏത് സാങ്കേതിക വിദ്യക്ക് കഴിയും ഭൂമിയുടെ ആ കറക്കം പുനഃസ്ഥാപിക്കാൻ? അല്ലാഹു തന്നതുപോലെ രാവിനെയും പകലിനെയും തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിശദീകരിച്ചിട്ട് പടച്ചോൻ വേറൊരു കാര്യം കൂടി ഖുർആനിൽ പറയുന്നത് എന്താ അറിയോ? ഇവിടെ കാലങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, വർഷങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, എല്ലാം നിർണയിച്ചിട്ടുണ്ട്. പക്ഷേ ദുനിയാവിലെ ദിവസങ്ങളും വർഷങ്ങളുമെല്ലാം അതിനിസാരമാണ്.
അതിനിസാരമാണ്, എത്രയോ ചെറുതാണ്. നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നും. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം പോയല്ലോ, എൻ്റെ ഒരു മാസം പോയല്ലോ, എൻ്റെ ഒരു വർഷം പോയല്ലോ. ആ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒന്നുമല്ല, നിസാരമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അത് സൂറത്തുൽ മുഅ്മിനൂനിന്റെ 103-ാമത്തെ 104-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. നരകവാസികൾ ഇങ്ങനെ നരകത്തിൽ കിടക്കുന്ന സമയത്ത് അല്ലാഹുവുമായി അവർ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണം എന്താണെന്നറിയോ? അല്ലാഹു പറയാണ്, അവരുടെ മുഖങ്ങൾ നരകത്തിൽ നിന്ന് കരിയുന്നതാണ്, അതിന്റെ വേദന കൊണ്ട് അവർ പല്ലിളിക്കുകയും ചെയ്യുന്നതാണ്. അവരോട് പടച്ചവൻ ചോദിക്കുന്നു, അലം തകും ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നിങ്ങൾ ആ ആയത്തുകളെ നിഷേധിച്ച് തള്ളിയതല്ലേ? ഖാലു, അവർ മറുപടി പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഗലബത അലൈനാ ശഖവതുനാ, ഞങ്ങളുടെ നിർഭാഗ്യം ഇതാ ഞങ്ങളുടെ മേൽ കവിഞ്ഞിരിക്കുന്നു. വകുന്നാ ഖൗമൻ ദാല്ലീൻ, ഞങ്ങൾ വഴിപിഴച്ചു പോയ ഒരു സമുദായവുമായിരിക്കുന്നു. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ മിൻഹാ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഫഇന്നോജനാ ഫഇന്നാ ദാലിമൂൻ, ഇതിൽ ഞങ്ങളെ നീ സ്ഥിരപ്പെടുത്തിയാൽ ഞങ്ങളുടെ കാര്യമാകെ കഷ്ടത്തിലായി പോകും. അല്ലാഹുവിന്റെ മറുപടി, ഖാല ഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, ആ നരകത്തിൽ നിങ്ങൾ നിന്യന്മാരായി കഴിഞ്ഞുകൊള്ളുക, നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ, എന്നോട് ദുആ ചെയ്യുന്ന എൻ്റെ ചില അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമകൾ നിങ്ങളവരെ പരിഹസിക്കുകയുണ്ടായി, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ചിരിക്കുകയുണ്ടായി. എന്നാൽ ആ അടിമകൾ ഇന്നി ജസൈതുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ, ആ സ്വർഗ്ഗത്തിലേക്കൊന്ന് നോക്കവരതാ വിജയികളായിരിക്കുകയാണ്. എന്നിട്ടല്ല അവരോട് ചോദിക്കുകയാണ്, ഖാല കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, എത്ര കൊല്ലമാണ് നിങ്ങൾ ദുനിയാവിൽ നിന്നത്, എത്ര കൊല്ലമാണ് ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചത്? അവർ പറയുന്നു, ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ, അല്ലാഹുവേ, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗമോ മാത്രമേ ഞങ്ങൾ ആ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ, അത്രമാത്രം ചെറുതാണ് ഈ ദുനിയാവിലെ ജീവിതം. ഖാല ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ ലൗ അന്നകും കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വളരെ തുച്ഛമായ ഒരു കാലഘട്ടം മാത്രമേ ദുനിയാവിൽ നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ആ ദുനിയാവിലെ ക്ഷണികമായ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ നാം വൃഥാവിലായി പടച്ചതാണ് നിങ്ങൾ ധരിച്ചുപോയോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വ്യാമോഹിക്കുകയും ചെയ്തുവോ? സൂറത്തുൻ നാസിയാത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുകയെന്ന് അവർ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഫീമ അൻത മിൻ ദിക്റാഹാ, റസൂലേ, ആ വിഷയത്തെ കുറിച്ച് എന്താണ് താങ്കൾക്കറിയുക? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, ആ അന്ത്യനാളിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമായിട്ടാണ് താങ്കൾ ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത്. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ആ ദിവസത്തെ അവർ കണ്ടുമുട്ടുമ്പോൾ ഈ ദുനിയാവിൽ അവർ ജീവിച്ചത് ഒരു പൂർവാഹ്നമോ അല്ലെങ്കിൽ ഒരു പ്രദോഷം മാത്രമോ എന്നവർക്ക് തോന്നിപ്പോകും. അത്രമാത്രം നിസാരമാണ് ഈ ദുനിയാവിലെ കാലഘട്ടമെന്ന് അല്ലാഹു ആവർത്തിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ. അന്ത്യനാളും മാശറൊക്കെ ഇങ്ങനെ കണ്ട് ആ മാശറ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുക? യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ഒരു പൂർവാഹനത്തിന്റെ സമയം. പൂർവാഹനം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ട് ഒരു ഏകദേശം ഈ സമയം പറഞ്ഞാൽ ഒരു 6:30 തൊട്ടിട്ട് 12:30 വരെ, ആ സമയം മാത്രമേ നമ്മൾ ദുനിയാവിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് മാശറയിൽ വെച്ച് മനുഷ്യന് തോന്നുന്നതാണ്. അല്ലെങ്കിൽ അസ്ർ തൊട്ട് മഗ്രിബ് വരെയുള്ള സമയം, ആ സമയം മാത്രമേ ഈ ദുനിയാവിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നുമെന്നാണ്. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന ഫസ്ബിർ സബ്റൻ ജമീല ഇന്നഹും യറൗനഹു ബഈദ, അല്ലാഹുവിന്റെ അടുത്തേക്ക് മലക്കുകൾ കയറി പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ദുനിയാവിന്റെ എത്ര വർഷം വേണം ആ ഒരു ദിവസമാവണമെങ്കിൽ? 5000 വർഷം.
5000 വർഷം. ആ 50,000 വർഷമാണ് ആ ഒരു ദിവസത്തിന്റെ കണക്ക്. 50 അൽഫ സന. സുബ്ഹാനല്ലാഹ്, എത്ര നിസാരാണ് ഈ ദുനിയാവിലെ സമയവും വർഷവും എന്ന് നാം ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ തുച്ഛമായ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ, അതിൻ്റെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും ഭാഗ്യം നേടാനും നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ വർഷം 2020 ഡിസംബർ ആ സമയത്ത് നമ്മളിവിടെ ഖുതുബ നടത്തിയിരുന്നു. ആ സമയത്തും നമ്മൾ ഈ ന്യൂ ഇയറിനെ കുറിച്ച്, ഈ വരാൻ പോകുന്ന വർഷത്തെക്കുറിച്ചും കഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മാസം പോലെയാണ്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞത്, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കഴിയുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതികൾ നമ്മൾ ഓർത്തു നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതുപോലെ. ഇത് റസൂലുള്ളാഹി വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യതഖാറബ സമാൻ, കാലങ്ങൾ അടുക്കാതെ. എങ്ങനെയാണ് കാലങ്ങൾ അടുക്കുക? ഫതകൂന ഷഹ്റു ഫതകൂന സനതു കശ്ശഹർ, വർഷം മാസം പോലെയാകും. വയകൂന ഷഹ്റു കൽ ജുമുഅ, മാസം ആഴ്ചകൾ പോലെയാകും. വയകൂനൽ ജുമുഅതു കൽ യൗം, ആഴ്ചകൾ ദിവസങ്ങൾ പോലെയാകും. വയകൂനൽ യൗമു കസ്സാഅ, ദിവസങ്ങൾ മണിക്കൂറുകൾ പോലെയാകും. മണിക്കൂറുകൾ നിമിഷാർദ്ധങ്ങൾ പോലെ കടന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇന്ന് താടി നരക്കാത്ത ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ താടി നരക്കാൻ വലിയ പണിയൊന്നുമില്ല, മുടികൾ നരക്കാൻ വലിയ പണിയൊന്നുമില്ല. പെട്ടെന്ന് സംഭവിക്കും, കാലം പെട്ടെന്ന് പോവും. ഒരു 10 വർഷത്തിന് ശേഷം ഒരു പക്ഷേ ഈ നടത്തിയ ഖുതുബ നിങ്ങൾ ഓർക്കും. ശരിയാണല്ലേ, എത്ര പെട്ടെന്നാണ് 10 വർഷം കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാനുള്ളത് അതിവേഗം നമ്മിൽ നിന്ന് കയറൂരിപ്പോയിക്കൊണ്ടിരിക്കുന്ന, മാറി മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വർഷങ്ങൾ, ആ വർഷങ്ങൾ നമുക്ക് ലാഭകരമായോ, നമുക്ക് ഉപകാരപ്പെട്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കാൻ, ചിന്തിക്കാൻ ഏതാനും ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ ഖുതുബയുടെ 2ാമത്തെ ഭാഗത്ത് പറയാനുള്ളത്. നമുക്കറിയാലോ, ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ ഓരോ കൊല്ലവും കണക്കെടുത്ത് കൂടുതൽ മുതലിറക്കും. എന്തൊക്കെ നഷ്ടങ്ങൾ വന്നു എന്ന് പഠിക്കും. ആ കച്ചവടത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു കൃഷിക്കാരൻ, ആ കൃഷിക്ക് വിളയിട്ട് കഴിഞ്ഞാൽ, അത് വിത്തിട്ട് കഴിഞ്ഞാൽ വിളവ് കൊയ്യുന്നത് വരെ അതിൻ്റെ പിന്നാലെ കൂടും. വെള്ളം നനച്ചു കൊടുക്കും, നല്ല വളങ്ങൾ ഏതാണെന്ന് അന്വേഷിക്കും, നല്ല കീടനാശികൾ ഏതാണെന്ന് അന്വേഷിക്കും. ആ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കും. ഒരു ജോലിക്കാരൻ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാൽ അവൻ ശമ്പളത്തിൻ്റെ വർധനവിന് വേണ്ടി ആഗ്രഹിക്കും. ഒരേ ശമ്പളത്തിന് ഒരിക്കലും ഒരാൾ ജോലി ചെയ്യാറില്ല. അവന് കൂട്ടിക്കിട്ടണം, പിന്നെ ഡെവലപ്മെന്റ് ഉണ്ടാവണം, അല്ലാതെ അവൻ അവിടെ ഉറച്ചു നിൽക്കില്ല. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഇതിൽ വളരെ കാർക്കശ്യക്കാരനാണ്. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യത്തിലോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആഖിറത്തിൻ്റെ കാര്യത്തിലോ നമ്മൾക്ക് ഇത്ര കാർക്കശ്യമുണ്ടോ? കഴിഞ്ഞ കൊല്ലം ഈ 2020 അവസാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമലുകളിലേക്കൊന്ന് നോക്കുക. ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫർദ് ജമാഅത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നും ഉണ്ട് എന്നും 2 മറുപടികൾ പല ആളുകൾക്കും കിട്ടും. ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടമാണ്. ഉണ്ട് എന്നാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് ലാഭമാണ്. അല്ല, ഒരു വർഷത്തേക്കാൾ കൂടുതൽ, കഴിഞ്ഞ വർഷം കൂടുതൽ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സുന്നത്ത് നോമ്പ് 1-2 എങ്കിലും എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ മനസ്സ് മറുപടി പറയുന്നതെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇൽമിലേക്കൊന്ന് നോക്കുക, നമ്മുടെ അറിവിലേക്ക് ഖുർആനൊന്ന് എടുത്ത് മറിച്ച് നോക്കുക. എന്നും ഖുൽ യാ അയ്യുൽ കാഫിറൂൻ തബ്ബത് യദാ, അതാണ് നമ്മൾ ഓതുന്നത്. ഇന്നും അത് തന്നെയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്.
വർഷങ്ങൾ നമുക്കൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല, ദിവസങ്ങളുടെ മാറി മറിച്ചിരിക്കുന്നത് നമുക്കൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല. അതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഒരു സൂറത്ത് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, ഒരു പേജ് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ നിസ്കാരത്തിൽ കുറച്ച് വേറെ ഭാഗത്തു നിന്നുള്ള ഖുർആനൊക്കെ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ്റെ ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ കഷ്ടമാണ്, പഠിച്ച സൂറത്തും മറന്നുപോയി, പഠിച്ച അർത്ഥങ്ങളും മറന്നുപോയി എന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വർഷം നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ ഒന്നിച്ചുണ്ടായിരുന്ന പരിചയക്കാരും കൂട്ടുകാരും തെറ്റിയിട്ടുണ്ടോ പല ആളുകളും? അതല്ല, തെറ്റിപ്പോയ ആളുകൾ നന്നായിട്ടുണ്ടോ? തെറ്റിപ്പോയ ആളുകളും നന്നായിട്ടുണ്ട്, പുതിയ തെറ്റുകാരൊന്നും ഇല്ല എന്നാണ് നമ്മുടെ മനസ്സ് നമുക്ക് മറുപടി പറയുന്നതെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ലാഭമാണ്. അതല്ല, തെറ്റിയ ആൾക്കാർ തെറ്റിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, പുതിയ ആൾക്കാരോട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ മറുപടി എങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. ഓരോ വർഷവും ഉമർ അള്ളാഹു പറഞ്ഞതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു, അള്ളാഹിൻ്റെ മുന്നിൽ മുണ്ടാൻ കഴിയാതെ പഞ്ചപുച്ഛമടക്കി നിന്ന് കയ്യും കാലം സംസാരിക്കുന്നതിന് മുന്നേ സ്വന്തത്തെ വിചാരണ ചെയ്യുക. സ്വന്തത്തെ വെറുതെ പറയല്ലേ, ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ലേ, ഈ വർഷം തൊട്ട് നിങ്ങൾ തുടങ്ങ്, ഈ കൊല്ലം തൊട്ട് നിങ്ങൾ തുടങ്ങ്. നിങ്ങൾ ഈ വർഷത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള പരിശ്രമം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ വർഷങ്ങൾ കണക്കാക്കുന്നത് തീർച്ചയായും മുഹറം തൊട്ട് ദുൽഹജ്ജ് വരെയുള്ള വർഷമാണ്. ആ വർഷത്തിൻ്റെ തുടക്കത്തിൽ പോലും ഒരു ആഘോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഒരു സന്തോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതൊരിക്കലും ദീനിൻ്റെ ഭാഗവുമല്ല, പ്രത്യേകിച്ച് പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയുമല്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തോന്നിവാസങ്ങൾ നടക്കാറുണ്ട്. ആ തോന്നിവാസങ്ങളിൽ നമ്മുടെ മക്കളോ നാമോ പോയി പെടാതിരിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ അദാബും ലാനത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുക. അതിന് നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബേ, മരണം വരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെ നിനക്കിഷ്ടമുള്ള വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാനും, നിനക്കിഷ്ടമുള്ള ആളുകളോട് മാത്രം കൂട്ടുകൂടുവാനും, നിനക്കിഷ്ടമുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുവാനും, കണ്ണും കാതും കയ്യും കാലും റബ്ബേ നിന്റെ മുന്നിൽ പണയം വെക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു നാണയമോ ഞങ്ങളുടെ സമ്പാദ്യത്തിലോ ഞങ്ങളുടെ കർമ്മങ്ങളുടെ ഏടുകളിലോ നീ വരുത്തല്ലേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.